അപ്പോഴേ ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ്. നമ്മളിതിൽ പല രൂപത്തിലാണ് ഡോറുകൾ ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും മാത്രമാണ് ഇതിന്റെ ഫ്രെയിം വെച്ചിട്ടുള്ളത്. ബാക്കി ഭാഗത്തൊക്കെ ഫ്രെയിം വെക്കാതെ വെച്ചിട്ട് ഒരു ഹാളും അതേപോലെ 2 ബെഡ്റൂമും ഒരു കിച്ചണും ഉള്ള ഒരു അപ്പാർട്ട്മെന്റ്. അങ്ങനെ 10 എണ്ണമുള്ള ഒരു ബിൽഡിംഗ് ആണിത്. അപ്പോൾ ഒരെണ്ണം പരിചയപ്പെടുത്തും. ഇതിൽ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇരുമ്പിന്റെ ഫ്രെയിമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് നല്ല ഹൈറ്റ് കൂടിയതാണ്. ഇവിടെ നമ്മൾ മഹാഗണിയിലാണ് ഡോർ ചെയ്തിട്ടുള്ളത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മഹാഗണിയുടെ. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും മഹാഗണിയിൽ ചെയ്തു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വൈറ്റ് സ്കിൻ ഡോർ ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ WPCയിൽ ഫ്രെയിം കൊടുത്തു. 3:2 ഫ്രെയിം WPCയിൽ ഫ്രെയിം കൊടുത്തു. പിന്നെ സ്കിൻ ഡോർ ചെയ്തു. വൈറ്റ് സ്കിൻ ഡോർ ആണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാത്റൂമിനും WPC ഫ്രെയിം ചെയ്തു. സ്കിൻ ഡോർ ആണ് ചെയ്തിട്ടുള്ളത്. സ്കിൻ ഡോറിൽ ഒരു കോട്ടിങ് അടിച്ചിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് കോട്ടിങ്. നമുക്ക് ബാത്റൂമിന് ഉപയോഗിക്കാൻ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. UPVC ഉണ്ട്, WPC ഉണ്ട്. നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയാണ് സ്കിൻ ഡോറിന് വാട്ടർ പ്രൂഫ് കോട്ടിങ് അടിക്കുക എന്നുള്ളത്. ഒരു അപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ചെലവ് ചുരുക്കി പണിയാൻ പറ്റുമോ അതാണ് എല്ലാവരും നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാത്റൂമിന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതി എന്നുള്ളത് ഇങ്ങനെ വൈറ്റ് സ്കിൻ ഡോറിൽ വാട്ടർ പ്രൂഫ് കോട്ടിങ് അടിക്കുക എന്നുള്ളതാണ്. FRP ഡോർസ് ഉണ്ട്, അതേപോലെ UPVC ഡോർ ഉണ്ട്. അതൊക്കെ എക്സ്പെൻസീവ്, ഒന്നുകൂടി ഇതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഇത് കിച്ചണാണ്. കിച്ചണും ഇതുപോലെ തന്നെ ഫ്രെയിം ഇല്ലാതെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ WPCയിൽ ഫ്രെയിം കൊടുത്തു, സ്കിൻ ഡോർ ചെയ്തു. അതേപോലെ ബാക്ക് സൈഡിൽ ഇവിടെ ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല. അവിടെ മഹാഗണിയിൽ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത അതേപോലെ തന്നെ മഹാഗണിയിലാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂംസ് ഒക്കെ അതേപോലെ തന്നെയാണ്. ഫ്രെയിം ഉണ്ടായിരുന്നില്ല. WPCന്റെ ഫ്രെയിം ചെയ്തു, സ്കിൻ ഡോർ ചെയ്തു.